ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ചെറിയൊരു ഡെക്കറേഷൻ നമ്മൾ പിടിച്ചു നോക്കിയതാണ്. പക്ഷെ ഏകദേശം പെരുന്നാൾ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ആപ്ലിക്കേഷൻ ആണ് പറയുന്നത്. ഈ ആപ്ലിക്കേഷൻ നമ്മൾ എല്ലാവരും ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഞാൻ ഏകദേശം 4 വർഷം മുന്നേ ഒക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ കാലങ്ങളായിട്ട് അത്യാവശ്യം കൊള്ളാവുന്ന റിവ്യൂസ് ഒക്കെ ഉള്ള ഒരു ആപ്പാണ്. നമ്മൾ നോർമലി എല്ലാ ആപ്ലിക്കേഷനും പോലെ ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഇവരുമായിട്ട് ടൈപ്പ് ഉള്ള മൾട്ടിപ്പിൾ ലെൻഡേഴ്സ് ത്രൂ കസ്റ്റമേഴ്സിനെ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഒരു മിനിമം ഒരു 12,000 രൂപ സാലറി മിനിമം സാലറി ഉള്ള ആർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് കൊള്ളാവുന്ന ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. അതേപോലെ നമ്മൾ ഈ നവിയിലൊക്കെ പറയുന്ന പോലെ നിങ്ങൾ നല്ലൊരു കസ്റ്റമർ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ, നല്ലൊരു റിലേഷൻ ഈ ആപ്ലിക്കേഷനായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല രീതിക്ക് നല്ല ഹയർ എമൗണ്ട്സ് ഇവർ തരും. ഈ തമിഴിൽ നിങ്ങൾ കണ്ട പോലെ നമുക്ക് തന്ന ലോൺ ഓഫർ 4,90,000 രൂപ മാക്സിമം ലോൺ ഓഫറാണ് തന്നിട്ടുള്ളത്. ഇവർ 5 ലക്ഷം രൂപ വരെയുള്ള ലോണുകൾക്കാണ് നമുക്ക് ഇവരെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുക. അതുകൊണ്ട് തന്നെ ഇവർ നമുക്ക് തന്ന ഫൈനൽ ലോൺ ഓഫർ എന്ന് പറഞ്ഞാൽ 4,90,000 രൂപ. അതിൽ കൂടുതൽ അവർക്ക് തരാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഒരു മാക്സിമം ലോൺ ഓഫർ തന്നിട്ടുള്ളത്. ഞാൻ ഇതിലെടുത്ത ലോൺസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പണ്ടുതൊട്ടേ റീപേ ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാങ്കിൽ കിട്ടുന്ന ഒരു ഇൻട്രസ്റ്റ് ഒന്നല്ല ഇവർ തരുന്നത്. പക്ഷേ എമർജൻസി സിറ്റുവേഷനുകളിൽ നിങ്ങൾക്ക് ഒരു 1-2 ദിവസം കൊണ്ട് ചിലപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടാറുണ്ട്. എനിക്കൊക്കെ കിട്ടിയ മിക്ക കേസുകളിലും ഒരു ദിവസമൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ചില ദിവസങ്ങളിലൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഡിസ്പോസ് ആവാറുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇവരെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. 5 ലക്ഷം രൂപ വരെയൊക്കെ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു 20% തൊട്ട് തുടങ്ങുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ തരാറുണ്ട്. പിന്നെ ചില സമയത്ത് നല്ല കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിലും ഇവർ തരാറുണ്ട്. ഞാൻ ഇവരുടെ ആപ്പ് ഉപയോഗിക്കൽ നിർത്തിയിട്ട് ഒരു വർഷത്തോളമായി. ഞാൻ ഇവരുടെ സർവീസ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഇവരുടെ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു ഫുള്ളായിട്ടും. അതിനുശേഷം വിളിയാണ് സാർ എന്താണ് ആപ്പ് യൂസ് ചെയ്യാത്തത്, സാറിന് ഒരുപാട് ഓഫറുകൾ വന്നു കിടപ്പുണ്ട്. ആദ്യം നമുക്ക് ഒരു 2 ലക്ഷം രൂപയുടെ ഓഫർ അവർ തന്നെ അത് എടുക്കാതെ ആയപ്പോൾ അവരിപ്പം ലാസ്റ്റ് ആയിട്ട് 4,90,000 രൂപയിലേക്ക് എൻഹാൻസ് ചെയ്ത് തന്നേക്കുന്നത്. അപ്പൊ അവർ നമ്മുടെ അടുത്ത് ചോദിച്ചു എന്താണ് എടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എടുക്കാത്ത വേറെ പോലെ നമ്മുടെ പ്രോസസിംഗ് ഫീ കുറച്ച് കൂടുതലാണ്, അതുകൊണ്ടാണ് എടുക്കാത്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരിടക്കേട്ടോ നമുക്ക് 2 ലക്ഷത്തിന് നമുക്ക് 0 പ്രോസസിംഗ് ഫീൽ സാറിന് ചെയ്തു തരാൻ പറ്റും. അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആപ്ലിയർ അപ്ലൈ ചെയ്യും, ഞാൻ അത് 0 പ്രോസസിംഗ് ഫീ ആക്കി തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി. കാരണം നമുക്ക് നവിക്കകത്ത് പ്രോസസിംഗ് ഫീ ഇല്ലാതെ ഓഫർ സമയത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന കാരണം നമുക്ക് ഇതിന്റെ ആവശ്യം വരാറില്ല. ഇത് നമ്മൾ വണ്ടി യൂസ് ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡൊന്നും ഇല്ലാത്ത ടൈമിലാണ് ഇവരെ കൂടുതൽ നോക്കിയിരുന്നത്. ഇപ്പൊ നമുക്ക് ക്രെഡിറ്റ് കാർഡ്സ് ആവശ്യത്തിനുള്ള കാരണം നമുക്ക് ഇതൊന്നും വലിയ യൂസ് വരാറില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു റീസെന്റ് അവർ 4,90,000 രൂപയുടെ ഓഫർ തന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പ്രോസസിംഗ് ഫീ വരുന്നുണ്ട് 22,000 രൂപ. ഈ 4,90,000 എടുക്കുന്ന സമയത്ത് പ്രോസസിംഗ് ഫീ മാത്രമായിട്ട് പോകും. അത് കിട്ടുന്ന ലോണിൽ നിന്ന് അവർ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യാം. അങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ വരുന്നത്. നമുക്ക് അതിൽ ആദിത്യ ബിർള ക്യാപിറ്റലാണ് NBFC പാർട്ണറായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ആപ്ലിക്കേഷന്റെ മറ്റ് ഡീറ്റെയിൽസ് ടോട്ടൽ ഓവറോൾ റിവ്യൂ ഉണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നോക്കാം. ഇനി നമുക്ക് ഇവരുടെ ലെൻഡിംഗ് പാർട്ട്നേഴ്സിനെ നോക്കുകയാണെങ്കിൽ വിസ്ഡം ഫിനാൻസ്, അതേപോലെ ആദിത്യ ബിർള ക്യാപിറ്റൽ, DMI ഫിനാൻസ്, ക്ലിക്സ്, അതേപോലെ ക്രെഡിറ്റ് സ്റ്റേഷൻ ഇന്ത്യ, SMFG ഇന്ത്യ ക്രെഡിറ്റ്, പിറമൽ ഫിനാൻസ്, ഇൻഗ്രിഡ് ഫിനാൻസ്, നോർദേൺ ARC, വിവൃതി ക്യാപിറ്റൽ, അതേപോലെ ചോള, ഇത്രയും NBFC പാർട്ട്നേഴ്സ് പ്രസന്റ്ലി ഇവർക്ക് വരുന്നുണ്ട്. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള കസ്റ്റമർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷന്റെ നെയിം പറയാൻ വിട്ടുപോയതാണ് മണിവ്യൂ. നിങ്ങൾ ഒരുപാട് പേര് കേട്ടിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് മണിവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പാർട്ട്നേഴ്സും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഓൾറെഡി വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവരുടെ ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, ആപ്പ് സ്റ്റോറിൽ ഇല്ല. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഇവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ നോർമലി പറഞ്ഞതുപോലെ മന്ത്ലി ഇൻകം ഞാൻ പറഞ്ഞ പോലെ 12,000 സെൽഫ് എംപ്ലോയിഡ് എന്ന കാറ്റഗറിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. സാലറിഡ് എന്ന കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ക്രെഡിറ്റ് സ്കോർ ഇവർ പ്രിഫർ ചെയ്യുന്ന മിനിമം 650, ഏജ് ലിമിറ്റ് 21 വയസ്സിനും 57 വയസ്സിനും ഇടയിലുള്ള ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് കിട്ടിയ ലോൺ ഓഫർ ടോട്ടൽ ചെക്ക് ചെയ്ത് നോക്കാം. അതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലോൺ ആവശ്യമുണ്ടെങ്കിൽ മണിവേനെ നോക്കാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതാണ് നമുക്ക് കിട്ടിയ ലോൺ ഓഫർ. നിങ്ങൾക്ക് അവിടെ മുകളിൽ കാണാനായിട്ട് പറ്റും. യു ആർ എലിജിബിൾ ഫോർ എ സ്പെഷ്യൽ ലോൺ ഓഫർ അപ് ടു 4,90,000 രൂപ. മിനിമം നമുക്ക് 10,000 രൂപയും മാക്സിമം 4,90,000 രൂപയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ലോൺ ടൈം നിങ്ങൾക്ക് താഴെ കാണാനായിട്ട് പറ്റും. 48 മാസത്തേക്കാണ് വരുന്നത്. അപ്പോൾ 15,173 രൂപ. ഒരു EMI ഇൻട്രസ്റ്റ് ആയിട്ട് കയറുന്നത് 4,965 രൂപ. പ്രോസസിംഗ് ഫീ എന്ന് പറയുന്നത് 23,417 രൂപ. പിന്നെ പ്രമോ കോഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോസസിംഗ് ഫീ ഒക്കെ വേവ് ചെയ്ത് കിട്ടും. പിന്നെ നമുക്ക് എമൗണ്ട് കുറയ്ക്കും കൂട്ടൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് മിനിമം 10,000 തൊട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് മാക്സിമം 1 ലക്ഷം ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അറൗണ്ട് 1 ലക്ഷം ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5,139, 6,524 രൂപയായിരിക്കും വരിക. പിന്നെയും നമുക്ക് ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. 7,638 ഒരു പ്ലാൻ വന്നിട്ടുണ്ട്, 9,311, 12,154 അങ്ങനെ പ്ലാൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതിനൊക്കെ പോകുന്ന പ്രോസസിംഗ് ഫീ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. എത്ര പ്രോസസിംഗ് ഫീ ആയിട്ട് പോകും എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇത് ലെൻഡിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ആദിത്യ ബിർള ഫിനാൻസ് ലിമിറ്റഡ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലെൻഡിംഗ് പാർട്ണർ. ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ എനിക്ക് ഇവിടെ പ്രൊസീഡ് ചെയ്ത് ബാക്കി സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കൊടുക്കുന്ന എന്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട്
അക്കൗണ്ടിലോട്ട് ഈ എമൗണ്ട് ക്രെഡിറ്റ് ആവും. ഞാനിപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു എനിക്ക് ഓൾറെഡി എമൗണ്ടിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഡ്രോപ്പ് ചെയ്യാണ്. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഇതിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് തന്നെ നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഓഫർ ഉണ്ടോ എന്ന് ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓഫർ ഉണ്ടെങ്കിൽ നമുക്ക് ആ എമൗണ്ട് ചൂസ് ചെയ്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ആക്കാനായിട്ട് പറ്റും. അതുപോലെ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂസും നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് ഇടുവാണെങ്കിൽ അത് ഇനി വരുന്ന യൂസേഴ്സിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ നിങ്ങൾ തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.